വെൽക്കം ബാക്ക് ടു മൈ അൽഹംദുലില്ലാ. ഞങ്ങൾ ഉംറയ്ക്ക് പോയ വീഡിയോ ആണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളെയും കൂടെ ആ കാഴ്ചകളൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കൗബയിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഉംറയ്ക്ക് പോവുക എന്നൊക്കെ ഉള്ളത്. പഠിച്ചവൻ അതൊക്കെ സാധിച്ചു തരട്ടെ ഇൻഷാ അല്ലാ. ഞങ്ങൾ ഉംറയ്ക്ക് പോയിട്ട് കുറച്ചേറെ ദിവസമായി. പക്ഷേ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഒരു തൃപ്തി വരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് രാത്രി 1 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എത്താറാകുന്നു. ഇപ്പോൾ ഒരു 3:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഇത് ക്ലോക്ക് ടവർ ആണ് കേട്ടോ. നമ്മളപ്പോൾ എത്താറായി. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ടാക്സിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യക്തമായിട്ട് ക്ലോക്ക് ടവറൊക്കെ കാണാം കേട്ടോ. നമ്മൾ ടാക്സിയൊക്കെ എടുത്ത് ഇവിടെ എത്തി കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്നത് ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഈ കടയിൽ ഇഷ്ടം പോലെ ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും നമുക്ക് എസെൻഷ്യലായിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊരു ചെറിയ കടയാണ്, പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ജ്വല്ലറീസും വാച്ചസും ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും മുസല്ല അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഡ്രസ്സസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വീൽ ചെയർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സുഖമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീൽ ചെയറൊക്കെ എടുക്കാം. എനിക്ക് ഇന്നത്തെ ദിവസം ഉറങ്ങിയതേയില്ല. പ്രത്യേകിച്ച് ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവൻ ഉറങ്ങിയതേയില്ല. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. തവാഫ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ആൾ ഉറങ്ങിയത്. ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് ആ ടൈമിലാണ്. അപ്പോൾ സ്ത്രീകളെയൊക്കെ സെപ്പറേറ്റ് വേറൊരു നിസ്കാര സ്ഥലത്തോട്ട് മാറ്റിയായിരുന്നു. കഴിഞ്ഞ തവണ ഉംറ ചെയ്തപ്പോൾ എനിക്ക് കൗബയുടെ അടുത്ത് പോകാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ തവാഫ് ചെയ്തത് മേളിലാണ്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ എനിക്ക് കൗബയുടെ അടുത്ത് തവാഫ് ചെയ്യാനും തൊടാനൊക്കെ സാധിച്ചു അൽഹംദുലില്ലാ. സുബഹി സമയം ആയതുകൊണ്ടായിരിക്കും അവിടെ ക്ലോസ് ചെയ്തിരുന്നു. സ്ത്രീകളെ വേറൊരു സ്ഥലത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുഞ്ഞും ഇക്കായും ഇക്കായുടെ ബ്രദറും അവർ 3 പേരും ഒരുമിച്ചും ഞാൻ വേറെ അടുത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെന്നെ കൂട്ടാൻ വന്നു. എനിക്ക് ഇവിടെ എല്ലാവരെയും കണ്ടത് കൊണ്ടായിരിക്കും അവന് ഭയങ്കര സന്തോഷം. അവനിങ്ങനെ നടക്കുകയാണ്. കൈ വിട്ട ഉടനെ ഓട്ടമായിരുന്നു. ഇതിപ്പോൾ 6 മണിയൊക്കെ ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് തവാഫ് ചെയ്യാൻ പോവാം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ ക്ലീൻ ചെയ്ത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു, ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ നിസ്കരിക്കുകയോ ഓതുകയൊക്കെ ചെയ്തു. അവനെ ഞാൻ നോക്കുമ്പം ഇക്കായും ഒക്കെ നിസ്കരിക്കും. പിന്നീട് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നിസ്കരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ സഅയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നടക്കാനൊന്നും വയ്യാത്തവരാണ് അല്ലെങ്കിൽ സുഖമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബഗ്ഗി അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസും ഉണ്ട്.
ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും ഉംറ ചെയ്യാനൊക്കെ ഉള്ളത്. അത് പടച്ചവൻ പെട്ടെന്ന് തന്നെ ആക്കി തരട്ടെ ഇൻഷാ അല്ലാ. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ പ്രാവുകളെ കാണാം. ഇവിടെ നമുക്ക് ഇതിനുള്ള ഫുഡുകൾ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പേര് ഇതിനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഒരുപാട് പേർക്ക് ഉംറ ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഒക്കെ ഉള്ളവരുണ്ടാവും, അതിന് സാധിക്കാത്ത അവസ്ഥയിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൂടെ കാണാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.